നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വിലയേറിയത് നിങ്ങളുടെ ആത്മാവാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ബോധ്യം വരുത്തണം. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, പൊതുവെ നമ്മൾ അങ്ങനെയല്ല ജീവിക്കുന്നത്. പൊതുവെ നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിലെ വസ്തുവകൾക്ക് വേണ്ടിയിട്ടാണ്. കണ്ടുകൊണ്ട് കാണുന്നതിന് വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയാണ്. പക്ഷെ ഒരുത്തന്നെ ഹൃദയത്തെ സമാധാനം കണ്ടെത്തുവാനും കഴിയുന്നില്ല. പലരും ആത്മീയ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അത് വേണ്ടവണ്ണം അന്വേഷിക്കാത്തത് കൊണ്ട് അതിനെയും കണ്ടെത്തുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഭൂമിയിലെ വസ്തുവകകളും സമ്പത്തും ധനമഹാത്മ്യങ്ങളും പ്രിയപ്പെട്ട അധികാരികളും എല്ലാം വിട്ടുകളഞ്ഞ് മരണത്തിന്റെ അടുക്കലേക്ക് അടുക്കും തോറും നമ്മൾ നിരാശാമുഖമായിട്ട് കടന്നു പോവുകയാണ്. എന്നാൽ നോക്ക്, പിന്നെ നിങ്ങളുടെ ആത്മാവാണ് ഏറ്റവും വിലയേറിയതെന്നും ആത്മാവിന് വേണ്ടി നിങ്ങൾ കരുതണമെന്നുമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. നമ്മുടെ ആത്മാവിന് വേണ്ടി നമ്മൾ കരുതിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തു ധനവാനോട് പറഞ്ഞു, നീ അനേക വസ്തുക്കളെ കണ്ടുകൊണ്ട് തിന്നുക കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് അവൻ അനേക വർഷങ്ങളിലേക്ക് അനേക കാലങ്ങളിലേക്കുള്ളതെല്ലാം ഞാൻ സ്വരൂപിച്ചിരിക്കുന്നു, ഇനി തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറഞ്ഞ് അവൻ സമാധാനത്തോടെ ഇരിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നു, മൂട, ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാണനെ ഞാൻ നിന്നോട് ചോദിച്ചാൽ ഇതൊക്കെയും ആർക്കായിരിക്കും? അപ്പോൾ നോക്ക്, പിന്നെ ദൈവിക വിഷയമായിട്ട് സമ്പന്നനാകാതെ ഈ ഭൗതിക വിഷയങ്ങളിലാണ് നിങ്ങൾ സമ്പത്ത് വെക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനാണ് നിങ്ങളുടെ ഹൃദയത്തിലെ ഊന്നൽ കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ എത്രമാത്രം മൂഢജാതിയാണെന്നാണ് ദൈവം പറയുന്നത്. ഞാനല്ല പറയുന്നത്, കർത്താവിന്റെ ആ വാക്കാണ്. ഒരു മനുഷ്യൻ അവന്റെ ആത്മീയ ജീവിതത്തിന് വേണ്ടി വില കൊടുക്കുന്നില്ല എങ്കിൽ, അതിനുവേണ്ടി അവൻ അന്വേഷിക്കാതെ ഈ ലോകത്തിലെ വ്യർത്ഥവും ഈ ലോകത്തിലെ നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കുന്ന കണ്ണിന് ഇമ്പകരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നിങ്ങൾ അവസാനം ഈ നിത്യമായിരിക്കുന്ന ദൈവികമായിരിക്കുന്ന സമാധാനത്തിലേക്ക് പ്രവേശിക്കാതെ മരിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ കഠിനമായിരിക്കുന്ന നരകവിധി നമ്മളെ കാത്തിരിക്കുകയാണ്.